എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ലക്നൗവിലാണ്. ലക്നൗവിൽ നിന്ന് നമ്മളിപ്പോൾ അയോധ്യയിലേക്ക് പോകണം. അവിടുന്ന് വാരണാസി. അതാണ് ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ. ലക്നൗ എന്ന് പറയുന്നത് യു പിയുടെ തലസ്ഥാനമാണ്. അതുപോലെ തന്നെ നമ്മൾ യു പി എന്ന് കേട്ടപ്പോഴുള്ള ആ ഒരു നമ്മുടെ കേരളത്തിൽ നിന്ന് യു പി എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ ആൾക്കാരുടെ, അത് പാടെ തകിടം മറിച്ച ഒരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ ലക്നൗ വളരെ പ്ലാൻഡായി ഡീറ്റെയിലായി നല്ല നീറ്റായി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റിയാണ്. ഇവിടെ നമ്മുടെ ലുലു മാളുണ്ട്. നമ്മൾ ലുലു മാളിൽ പോയിട്ടാണ് രാവിലെ ഫ്രഷപ്പൊക്കെ ആയി അങ്ങനെ അവിടെ നിന്ന് നമ്മളിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ വഴിയാണ് നമ്മൾ അയോധ്യയിലേക്ക് പോകുന്നത്. ഇത് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ആണ്. വളരെ നല്ല റോഡുകളാണ് യു പിയിലുള്ളത്. അപ്പോൾ ഇവിടെ റോഡിൽ ക്യാമറാസൊക്കെ ഉണ്ട്, സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം പോകാൻ. 120 എങ്ങാനാണ് ഇവിടുത്തെ സ്പീഡ്. അപ്പോൾ നമ്മളങ്ങനെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ വഴി ഇങ്ങനെ യു പി അതിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട്, യു പി എന്ന് വളരെ വലിയൊരു സംസ്ഥാനമാണ്. ഒരുപാട് ഏരിയ റോഡിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് ഒരുപാട് ഏരിയ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ്. കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും. അങ്ങനെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ഇറങ്ങി നമ്മൾ അയോധ്യ ലക്ഷ്യമാക്കി. യു പിയിലെ റോഡുകളാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നല്ല റോഡുകളാണ്, വെരി ഗുഡ് റോഡ്സ്. യു പിയിലെ ഗ്രാമപ്രദേശങ്ങളും പോകാനുണ്ട്. നമ്മൾ രാജസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി, മധ്യപ്രദേശ്, ഗുജറാത്തിലെല്ലാം പോയി. ഇവിടെ നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാം. ഈ റോഡിന്റെ ഇരുവശത്തും ഗാവുകളാണ്. യു ക്യാൻ സീ ദ ഗോവ്സ്. അപ്പോൾ നമുക്ക് യു പി ഗ്രാമങ്ങളിലായിട്ട് വേറെ മുന്നോട്ട് പോകാം. അയോധ്യ എന്ന് പറയുന്നൊരു സ്ഥലം ഡെവലപ്ഡ് ആയത് ഈ ഒരു ക്ഷേത്രം വന്നതിനോടുകൂടി ആൾക്കാർ ഒരുപാട് ഇങ്ങോട്ടേക്ക് ഒഴുകി വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഡെവലപ്പ് ആയി. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള അയോധ്യ സ്ഥിതി ചെയ്യുന്നത് സരയൂ നദിയുടെ തീരത്താണ്. ഇവിടെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രീരാമൻ ജനിച്ചു എന്നറിയപ്പെടുന്നത് അയോധ്യയിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അയോധ്യ ക്ഷേത്രത്തിനകത്തേക്ക് നമുക്ക് ക്യാമറയൊന്നും പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുള്ള വിഷ്വൽസിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അയോധ്യൻ്റെ മെയിൻ സെൻറ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെയാണ് അയോധ്യ എന്ന് പറയുന്ന ടൗൺ. ഇത് വളരെ വലിയ ടൗണൊന്നുമല്ല, വളരെ പുരാതനമായൊരു സ്ഥലമാണ്. പക്ഷെ അത്രക്ക് വലിയൊരു ടൗണൊന്നുമല്ല അയോധ്യ. ഒരു ഗ്രാമത്തിൻ്റെ നടുക്കുള്ള ഒരുപാട് ഗ്രാമങ്ങളിലുള്ള ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടൗണ്. മഴ ഞങ്ങളുടെ ഒരു അഭികാരമാണ്. പഞ്ചാബികൾക്ക് മറ്റേതെന്ന പോലെ നമ്മൾക്ക് മറ്റേതെന്ന പോലെ കലവലയാക്കി അല്ലേ? गाड़ी नहीं जाएगा पास? हाँ, कहाँ से मिलेगा सर पास? कहाँ से मिलेगा पास? പാസ് അവിടെ നിന്ന് വില പാസ്. അങ്ങനെ നമ്മളവിടെ വരെ മാത്രമേ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് ഫ്രഷപ്പ് ആവാമെന്ന് വെച്ച് സരയൂ നദീൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പം വളരെ വൃത്തിഹീനമായ കണ്ടീഷനിലാണ് ഇവിടെ ഉള്ളത്. ചെളിയും ഇതൊക്കെയാണ്. പക്ഷെ നമ്മളവിടെ നിന്ന് കുളിച്ചില്ല. അങ്ങനെ നമ്മൾ അമ്പലം ലക്ഷ്യമാക്കി വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അമ്പലം ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ അയോധ്യയിലെ ചെറിയ ഗലികളിലൂടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. പണ്ടത്തെ അതിപുരാതനമായ ബിൽഡിങ്ങുകളാണ് ഒക്കെ ഇവിടെ ഉള്ളത്. പുതിയ കൺസ്ട്രക്ഷനൊന്നും വലിയ രീതിയിൽ കാണാൻ പറ്റിയില്ല അവിടെ. അങ്ങനെ അമ്പലത്തിന് ചുറ്റുപാടും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആൾക്കാർ വരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിച്ചു പോകുന്നതും. ഭക്ഷണങ്ങളും പിന്നെ ആൾക്കാർക്ക് വാങ്ങേണ്ട സാധനങ്ങളും ഗിഫ്റ്റ് ഐറ്റംസും അങ്ങനെയുള്ള കടകളാണ് ഒരുപാടും ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ ഓട്ടോറിക്ഷകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷകൾ വഴി നമുക്ക് തൊട്ടടുത്ത പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഇവിടെ വലിയൊരു കുളം കാണാൻ പറ്റി. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ പല ഗൈഡുകളും അപ്രോച്ച് ചെയ്യും. അത് കാണിച്ചു തരാം, വേറെ രാമൻ്റെ ബന്ധപ്പെട്ട ഭക്തിപരമായിട്ടുള്ള പല സ്ഥലങ്ങളും കാണിച്ചു തരാമെന്നുണ്ട്. അങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവിടെ വേറൊന്നും കാണാനില്ല, അമ്പലം മാത്രമേ ഉള്ളൂ.
വേറൊന്നും കാണാനില്ല. അമ്പലം കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാമെന്നൊക്കെ പറയും. അവിടെ പോയാലും വേറൊന്നുമില്ല, ചെറിയ ഇങ്ങനെ കല്ല് കുത്തുപണി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതൊക്കെ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റിലും നടന്നാൽ തന്നെ കാണാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ സമുച്ചയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുന്ന് അമ്പലത്തിന് തൊഴുതു അങ്ങനെ പുറത്തിറങ്ങി. അടുത്തതായി നമ്മൾ വാരണാസി ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്പലത്തിൻ്റെ കൂടുതൽ വീഡിയോയും വിഷ്വൽസും ഒന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മളൊന്നും ഉൾക്കൊള്ളിക്കുന്നില്ല. അങ്ങനെ ഇത് അയോധ്യയിലെ വളരെ പുരാതനമായ മെയിൻ സിറ്റിയാണ്. അപ്പോൾ ഇവിടെ പണ്ട് കാലം മുതലേ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും ആൾക്കാർ വരുന്ന ടൗണുമാണ് ഇത്. അതിൻ്റെ ഗലികളിലേക്കൂടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് യാത്ര ചെയ്ത് നമ്മൾ വീണ്ടും വാരണാസി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. വാരണാസി ലക്ഷ്യമാക്കി യാത്ര പോകുമ്പോൾ തന്നെ പല ഗ്രാമങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഉത്തർപ്രദേശിലെ പല ഗ്രാമങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഈ ഗ്രാമചന്തകളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. രണ്ട് സൈഡിലും നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള ചന്തകളൊക്കെ നമ്മളെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റില്ല. ഇതൊക്കെ വളരെ വ്യത്യസ്തമായ പല കാഴ്ചകളുമാണ്. എന്തു പറഞ്ഞാലും റോഡ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വളരെ നല്ല റോഡുകളാണ് യു.പിയിലുടനീളം ഉള്ളത്. ഉടനീളം നമ്മൾ പോയ വഴിയിലൊക്കെ ഉള്ളത്. വ്യത്യസ്തമായ പല ഗ്രാമക്കാഴ്ചകളും കണ്ട് ചെറിയ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് അങ്ങനെ നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്ത് 4-5 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം നമ്മൾ രാത്രിയായതിനോട് കൂടി അങ്ങനെ വാരണാസി അടുക്കുകയാണ്. ഇനി നമുക്ക് വാരണാസിയിലെ കാഴ്ചകൾ കാണാം. വാരണാസി പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടെങ്കിലും വാരണാസിയിൽ വന്നാൽ മാത്രമേ നമുക്ക് വാരണാസിയുടെ യഥാർത്ഥ ജീവിതവും അവിടുത്തെ യഥാർത്ഥ വൈബും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അങ്ങനെ വാരണാസിയിലെ തെരുവിലൂടെ നമ്മൾ നടക്കുകയാണ് രാത്രിയിൽ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും രാത്രി എത്ര രാത്രിയായാലും വാരണാസി ഓണാണ്. അതായത് ഫുൾ ടൈം ആൾക്കാർ എനർജറ്റിക്കായിട്ട് അവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാൽ തന്നെ നമ്മുടെ എനർജി ലെവലൊന്ന് കൂടും. നമുക്കിനി ഇതിലേക്കൂടെയൊക്കെ നടക്കാം. രാജാ നമ്മളെവിടെയുള്ള വാരണാസിയിലെത്തിയിരിക്കുകയാണ്. വാരണാസി വാരണാസി വന്ന് നമ്മൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ലസ്സി. ലസ്സി ഇവിടുത്തെ ജീവിതത്തിലെ പ്രധാന ഒരു ഘടകമാണ്. ഭക്ഷണത്തിലെ പ്രധാന ഒരു ഘടകമാണ് ലസ്സി. അപ്പോൾ വളരെ വ്യത്യസ്തമായ പല ഫ്ലേവറിലുള്ള ലസ്സികൾ നമുക്കിവിടെ കിട്ടും. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ വാരണാസി ക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. മണികർണിക ഘാട്ടിലേക്ക് പോകേണ്ട വഴികളൊക്കെയാണ് അടുത്ത വശത്ത് കാണുന്നത്. നമുക്ക് നാളെ അതിലൂടെയൊക്കെ കൂടുതൽ വിശദമായിട്ട് അതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ സഞ്ചരിക്കാം. ഈ രാത്രിയിലും ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു തിരക്കാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ആൾക്കാരൊക്കെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള റിക്ഷകളായാലും അവിടുത്തെ സ്ഥിരമായുള്ള കച്ചവടക്കാരായാലും എല്ലാവരും രാത്രിയിൽ ആക്റ്റീവാണ്. അതുപോലെ വളരെ ഹൈ സെക്യൂരിറ്റിയാണ് ഇവിടെ അമ്പലത്തിനും പരിസരത്തൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫുൾ ടൈം പോലീസും പട്ടാളക്കാരൊക്കെ ഇവിടെ തോക്കുമായി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നമ്മുടെ മുൻവശത്ത് കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടം. ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കടക്കുന്നത്. നാളെ നമുക്ക് അതുവഴിയൊക്കെ പോകാം. രാത്രിയിലും പൂക്കൾ കച്ചവടം ചെയ്യുന്ന ഒരുപാട് കടകൾ, ചെറിയ ചെറിയ കടകളല്ല, ചെറിയ ചെറിയ കൊട്ടയിൽ പൂക്കൾ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ ഭംഗിയായിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെ. നമുക്കിതിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ആ ഒരു പൂക്കളുടെ മണവും ആൾക്കാരുടെ എനർജിയൊക്കെ നമുക്കും ഉൾക്കൊള്ളാൻ പറ്റും ഇവിടെ. ഇത് വാരണാസിയിലെ പ്രധാന ഒരു ഗലിയാണിത്. ഇത് നേരെ നമ്മുടെ ഗംഗാ റിവറിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ ഒരു സർക്കിളാണല്ലോ, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൽ തന്നെ ഭയങ്കര തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. ആൾക്കാരൊക്കെ ഇവിടെ തന്നെ റോഡ് സൈഡിൽ നിന്നൊക്കെ കിടക്കുന്നത് കാണാം. കുറേ ആൾക്കാർ ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. കുറേ ആൾക്കാർ ടൂറിസ്റ്റുകൾ തിരിച്ചു പോകുന്നുണ്ട്, കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ രാത്രി 10-12 മണിയായിട്ടുണ്ട്. ഇപ്പോഴും ഇവിടെ ഉള്ള തിരക്ക് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ചെങ്കിലും ആൾക്കാർ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ മുകളിലൊക്കെ നമുക്ക് താമസിക്കാനുള്ള ലോഡ്ജ് സൗകര്യങ്ങളും എല്ലാം കിട്ടും.
വെറൈറ്റി ഫീല്. പിന്നെ ഫുള്ള് ലൈവ്. ആൾക്കാർ ഉറങ്ങുന്നോക്കല്ലേ ഇവിടെ വന്ന് വൈകുന്നേരം കിടന്നു. ആവശ്യമുള്ളൂ നല്ലൊരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചോണ്ട് നമുക്ക് ആ ഇതിന് വേണ്ട നല്ല നൈസാ. ചൂടായിരിക്കും സ്ലീപ്പിംഗ് ബാഗ്. തണുപ്പത്തൊക്കെ ക്ഷേത്രത്തിന് മാത്രമല്ല വാരണാസി അറിയപ്പെടുന്നത് ബനാറസ് പട്ട്. ബനാറസ് എന്ന് പറഞ്ഞാൽ വാരണാസിയുടെ മറ്റൊരു പേരാണ്. ബനാറസ് സാരികൾ ഇവിടെ വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് ഈ വഴിയിലൊക്കെ ഒരുപാട് ബനാറസ് സിൽക്ക് സാരി വിൽക്കുന്ന കടകൾ കാണാൻ പറ്റും. ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്കതിനെപ്പറ്റി വലിയ നോളജ് ഇല്ല. പക്ഷേ ഒരുപാട് ബനാറസ് സിൽക്കിൻ്റെ സാരി വെക്കുന്ന കടകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പർച്ചേസൊക്കെ ചെയ്യാം. പിന്നെ രാത്രി തന്നെ ആൾക്കാർ ഇവിടെ ക്ലീനിങ് തുടങ്ങി. തെരുവുകളൊക്കെ വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റിക്കാർ ഇവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. ഈ തെരുവുകളൊക്കെ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഇവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഗലികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷം കാണാനും പറ്റും. അത് ഇതിൻ്റെ വേറൊരു മുഖം. അത് നമുക്ക് നാളെ വിശദമായിട്ട് കാണാം. അങ്ങനെ നമ്മൾ നടന്ന് ഗംഗാ നദിയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഗാ നദി ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. ആ വഴി നേരെ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗംഗാ നദിയിലേക്ക് പോകാൻ പറ്റും. ആദ്യമായിട്ട് ഗംഗാ നദി കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നടക്കുന്നത്. ഗംഗാ ശുചീകരണ പരിപാടിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഗംഗ എത്രത്തോളം നീറ്റായിട്ടാണ് കിടക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഇതിൻ്റെ രാത്രിയിൽ ഇവിടെ തുണികളും ഒക്കെ കച്ചവടം ചെയ്യുന്ന കടകൾ ഇവിടെ ഉണ്ട്. പോലീസ് സ്റ്റേഷനുണ്ട്, പോലീസുകാരൊക്കെ ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂ നമുക്കിവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. സുരക്ഷിതമാണ് ഈ സ്ഥലം. ഒരുപാട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും ഫുഡ് കോർട്ടൊക്കെ ഈ ഗംഗാ നദിയോട് അടുത്ത് തന്നെ നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ ഗംഗയിലേക്കുള്ള ഘാട്ട് ഇറങ്ങി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗംഗാ നദി. ഗംഗാ നദീൻ്റെ പടവുകളിൽ വരെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാരണാസി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്ര ആൾക്കാരാണ് ഉപജീവനം നടത്തുന്നതെന്നാണ്. ഇതുകൂടാതെ നമ്മളവിടെ നിർത്തിയിട്ടിട്ടുള്ള ബോട്ടുകളൊക്കെ കണ്ടു പുഴയിനകത്ത്. ഇതൊക്കെ നാളെ രാവിലെ മുതൽ ടൂറിസ്റ്റുകളെയും കൊണ്ട് പുഴയിലേക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ആയിരക്കണക്കിന് ബോട്ടുകൾ ഉണ്ടെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഈ ആയിരക്കണക്കിന് ബോട്ടുകളും ഈ ഒരു ഗംഗയോ അല്ലെങ്കിൽ വാരണാസി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരുണ്ട്. ഗംഗ നമ്മളിപ്പോൾ ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഒരു എന്താ പറയുക ചെളിയൊക്കെ ആയി മലിനമായിട്ടാണ് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നാളെ നമുക്ക് വിശദമായിട്ടുള്ള കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സീ യു ടുമാറോ. വിശദമായ വാരണാസിക്ക് വീഡിയോന് വേണ്ടി ട്യൂൺ ചെയ്യുക. നാളെ നമ്മുടെ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.